Hi guys, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ ഇപ്പോൾ കണ്ട അടിപൊളി ഫോട്ടോസ് ഞാൻ എങ്ങനെയാണ് എഡിറ്റ് ചെയ്തത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകരിക്കും. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട ഇമേജ് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യുക. ശേഷം നേരെ ഫിൽറ്റർ മെനു ക്ലിക്ക് ചെയ്തിട്ട് ക്യാമറ റോ ഫിൽറ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കവിടെ കാണാം, ഇവിടെ ഒരു പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഈ വിൻഡോയിലാണ് നമ്മൾ നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് ഞാൻ എൻ്റെ എക്സ്പോഷർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. എനിക്കെൻ്റെ എക്സ്പോഷർ ഇത്ര കുറവായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാനൊരു 0.2 എക്സ്പോഷർ കൊടുക്കുവാണ്. ശേഷം കോൺട്രാസ്റ്റ് ഒരു 5 കൊടുക്കുവാണ്. ഹൈലൈറ്റ്സ് കുറച്ചധികം ഉണ്ട്, അത് കുറയ്ക്കാനേ ഞാൻ -55 കൊടുക്കുവാണ്. ഷാഡോസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാനേ +10 കൊടുക്കുവാണ്. വൈറ്റ്സും അതുപോലെ തന്നെ ചെയ്യാം. ഒരു ഓവറോൾ കോൺട്രാസ്റ്റ് വരാനായി ബ്ലാക്ക്സ് ഒരു -25 കൊടുക്കുവാണ്. ശേഷം നമുക്ക് ഇതിൻ്റെ ക്ലാരിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ക്ലാരിറ്റി ഒരു +10 കൊടുക്കാം. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഡാർക്ക് മൂഡി ആയതുകൊണ്ട് വൈബ്രൻസിൻ്റെ സാച്ചുറേഷൻ്റെ ആവശ്യം നമുക്കില്ല. അതുകൊണ്ട് വൈബ്രൻസ് ഒരു -20 കൊടുക്കുവാണ്. സാച്ചുറേഷൻ ഒരു -10 കൊടുക്കുവാണ്. ഇനി നമുക്ക് ടോൺ കെയർ അഡ്ജസ്റ്റ്മെൻറ്റ് ടാബ് ഓപ്പൺ ചെയ്യാം. എവിടെയാണ് നമ്മുടെ ഫോട്ടോയിൽ ഒരു വൈബ് വരാൻ പോകുന്നത്. സോ അതിന് ഞാൻ എൻ്റെ മിഡ് ടോൺസ് ഇൻക്രീസ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ ഹൈലൈറ്റ്സ് ഒന്ന് ഇൻക്രീസ് ചെയ്യാണ്. ശേഷം ഷാഡോസ് ഒന്ന് ഡിക്രീസ് ചെയ്യാണ്. ഇനി ഫോട്ടോയിലൊരു ഫെയ്ഡഡ് ലുക്ക് വരാനായി ഞാൻ ഈ പോയിൻ്റ് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ ഡീറ്റെയിൽ ടാബ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ഒരു +5 ഷാർപ്പനിങ് കൊടുക്കാം. ഇവിടെ ഞാൻ അധികം ചെയ്യാറില്ല. നിങ്ങൾക്ക് നോയ്സ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ നോയ്സ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ISO 100 ഷൂട്ട് ചെയ്തുകൊണ്ട് അധികം നോയ്സ് ഇല്ല. ഇനി HSL ടാബ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് എൻ്റെ ഹ്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് നമുക്ക് റെഡിൻ്റെ ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്യാം. റെഡിൻ്റെ ഹ്യൂ ഒരു 25 കൊടുക്കാം. ഓറഞ്ച് ഒരു -20 കൊടുക്കാം. യെല്ലോ ഒരു -40 കൊടുക്കാം. ഗ്രീൻ ഒരു -25 കൊടുക്കാം. അക്വ ഒരു -50 കൊടുക്കാം. ബ്ലൂ ഒരു +15 കൊടുക്കാം. പർപ്പിൾ ഒരു -20 കൊടുക്കാം. മജന്ത ഒരു +30 കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. അതിനായിട്ട് സാച്ചുറേഷൻ ടാബ് ഓപ്പൺ ചെയ്യാം. അവിടെ നമുക്ക് റെഡിൻ്റെ സാച്ചുറേഷൻ ഒരു -5 കൊടുക്കാം. ഓറഞ്ചിൻ്റെ സാച്ചുറേഷൻ ഒരു 25 കൊടുക്കാം. യെല്ലോൻ്റെ സാച്ചുറേഷൻ ഒരു 5 കൊടുക്കാം. ഗ്രീനിൻ്റെ സാച്ചുറേഷൻ നമുക്ക് പറ്റേ കുറയ്ക്കാം. അതിന് -60 കൊടുക്കാം. അത് കഴിഞ്ഞ് അക്വേൻ്റെ സാച്ചുറേഷൻ ഒരു -30 കൊടുക്കാം. ബ്ലൂ ഒരു -35 കൊടുക്കാം. ശേഷം പർപ്പിൾ ഒരു +20 കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ലൂമിനൻസ് അഡ്ജസ്റ്റ് ചെയ്യാം. റെഡിന് നമ്മളിതൊന്നും ചെയ്യാത്താണ് നല്ലത്. നമുക്ക് ഓറഞ്ചിൻ്റെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓറഞ്ച് ഒരു +20 കൊടുക്കാം. യെല്ലോ ഒരു 25 കൊടുക്കാം. ഗ്രീൻ ഒരു -40 കൊടുക്കാം. അക്വയും ബ്ലൂ നമുക്കൊരു -45 കൊടുക്കാം. ഓക്കെ, ഇനിയാണ് നമ്മുടെ ഫോട്ടോയിൽ മാജിക്ക് സംഭവിക്കാൻ പോകുന്നത്. സ്പ്ലിറ്റ് ടോണിങ് ടാബ് ഓപ്പൺ ചെയ്യാം. ശേഷം ഹ്യൂ ഒരു 38 കൊടുക്കുക. സാച്ചുറേഷൻ ഒരു 15 കൊടുക്കുക. ഷാഡോസ് നമ്മളൊരു 175 കൊടുക്കുക. സാച്ചുറേഷൻ ഒരു 10 കൊടുക്കുക. ഇപ്പോൾ തന്നെ നമ്മുടെ ഇമേജ് ഒരു അടിപൊളി ഇമേജ് മാറിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എഫക്ട്സ് കൊടുക്കാം. അതിന് തന്നെ ഒരു +5 ഡീഹേസ് കൊടുക്കുകയാണ്. ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വീനീറ്റിങ് കൊടുക്കാം. വീനീറ്റ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാനാണ്. അതുകൊണ്ട് അത് അധികം കൊടുക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനിവിടെ ഒരു -25 കൊടുക്കുകയാണ്. ഓക്കെ, ബാക്കി സെറ്റിങ്സൊക്കെ എനിക്ക് ഓക്കെയാണ്. ഞാൻ സ്റ്റോക്കി കൊടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഇമേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇമേജിൻ്റെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ വേർഷൻ കാണാം. ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഫോട്ടോ. ഈ ഫോട്ടോയിൽ ഹൈലൈറ്റ്സ് വളരെ കൂടുതലായിരുന്നു, കോൺട്രാസ്റ്റ് വളരെ കുറവായിരുന്നു. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എഡിറ്റ് ചെയ്തപ്പം ഹൈലൈറ്റ്സ് ഫിക്സ് ചെയ്തു, കോൺട്രാസ്റ്റ് ഫിക്സ് ചെയ്തു. ശേഷം നമ്മളൊരു ഓവറോൾ കളർ ടോണും കൊടുത്തു. സോ ഗൈസ്, ഇന്നത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് എഴുതുന്നു. ഇഷ്ടമെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിതിൽ സംശയമുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. എന്നെക്കൊണ്ടാവും വിധം നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഡിസ്കവർ ടുഗെദർ.